വിജയദശമി ദിനത്തിൽ അറിവിന്റെ ഹരിശ്രീ കുറിക്കാൻ ഒരുങ്ങി കുരുന്നുകൾ. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലും വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിജയദശമി പൗർണമി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് മുമ്പിലായി പ്രത്യേകം സജ്ജമാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് കുരുന്നുകൾ ഹരിശ്രീ കുറിക്കുക. വിവരങ്ങൾ നൽകാനായി ജംഷീർ, സനിസ, ഒപ്പം തന്നെ ആര്യ, നിതിൻ, ഷബീർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം സനിസയിലേക്കാണ്. സനിസ തിരുവനന്തപുരത്താണുള്ളത്. സനിസ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിന് സമീപത്താണ് ഉള്ളത്? ഒപ്പം തന്നെ അവിടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അനീഷ, വലിയ തിരക്കാണ്. ഏകദേശം പുലർച്ചെയോടെ തന്നെ ഇവിടെ വിദ്യാരംഭം ആരംഭിച്ചിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലാണ്. ഇവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുണ്ടാവുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വിദ്യാരംഭം കുറിക്കാൻ എത്തുന്ന ക്ഷേത്രം കൂടിയാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, വിദ്യാരംഭം ആരംഭിച്ചു തുടങ്ങി. കുട്ടികൾ നെല്ലിലും അരിയിലുമായിട്ട് ഹരിശ്രീ ഗണപതി നമഃ എന്ന് എഴുതിക്കൊണ്ട് അവരുടെ ഒരു വലിയ പാഠ്യ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, 2.5, 3, 4 വയസ്സിലുള്ള കുട്ടികളുടെ കരച്ചിലും മറ്റുമൊക്കെ നമുക്ക് കേൾക്കാം. ഇവിടെ വിദ്യാരംഭം കുറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയോട് തന്നെ ഈ വിദ്യാരംഭം കുറിക്കാനുള്ള എല്ലാ ചടങ്ങുകളുടെയും ഭാഗമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരുന്നു. ഇവിടെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ വിദ്യാരംഭം കുറിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പക്ഷേ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. കൂടുതൽ പേരും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സരസ്വതി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെയാണ് ആൾക്കാർ എത്തിച്ചേർന്ന് ഈ ഒരു കുട്ടികളുടെ ഒരു ജീവിതത്തിന്റെ ഒരു തുടക്കത്തിലേക്ക്, പാഠ്യ ജീവിതത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കുഞ്ഞിന്റെ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുകൾ ഒരു തുടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം. ചേച്ചി, കുഞ്ഞിന്റെ ഒരു തുടക്കമാണല്ലോ, വിദ്യാരംഭത്തിന്റെ ഒരു തുടക്കമാണല്ലോ. എങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കരഞ്ഞോ? എവിടെ നിന്നാ നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പൂജപ്പുര തന്നെയാണ്. പൂജപ്പുര തന്നെയാണ്. ചടങ്ങുകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. രാവിലെ തന്നെ എത്തിയത്? അതെ, രാവിലെ. ഞങ്ങളുടെ റെയിൽവേ ക്വാർട്ടേഴ്സിലുള്ളതാണ്. റെയിൽവേ ക്വാർട്ടേഴ്സ് വളരെ കാലങ്ങളായിട്ടുണ്ടാവുമല്ലോ ഇത് ചെയ്തു തുടങ്ങിയിട്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു ദിവസത്തെ? വിദ്യാരംഭം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഒരു മേജർ മൈൽ സ്റ്റോൺ ആണ്. അതിൽ നമുക്കൊരു ആ സന്ദർഭത്തിൽ എല്ലാ കുട്ടികളുടെ അച്ഛനമ്മമാരും വളരെയധികം സന്തോഷപൂർവ്വം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതിൽ ഒരു ചെറിയ ഭാഗമാകുന്നതിൽ വളരെയധികം സംതൃപ്തിയുണ്ട്. ഈ ഹരിശ്രീ ഗണപതി നമഃ എന്നുകൊണ്ട് മലയാളത്തിൽ 51 റസൂൽ പൂക്കുട്ടി ആദ്യം അദ്ദേഹത്തിന് ഓസ്കർ കിട്ടിയപ്പോൾ ഓം എന്നാണ് ശബ്ദം പറഞ്ഞത്. അതായത് ആദ്യമായിട്ട് ലോകം കേട്ട ശബ്ദം ഓമായിരുന്നു. അതിൽ നിന്നാണ് തുടങ്ങി. പിന്നെ ഹരിശ്രീ, ഹരി എന്ന് പറയുന്നത് വിഷ്ണു, ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യം. ഗണപതിയെ, നമ്മുടെ ഗണപതിയിൽ നിന്ന് എല്ലാ വിഘ്നങ്ങളും ഒഴിവാക്കി തരുന്ന ദൈവം. നമഃ, നമസ്കരിക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. എല്ലാ സിദ്ധികളും എപ്പോഴും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അതെ അനിഷ, അത്തരത്തിൽ ഒരർത്ഥമുണ്ടെങ്കിൽ പോലും ഈ ഹരിശ്രീ ഗണപതിയെ നമഹിക്ക് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. ഇത്തരത്തിൽ പ്രാചീന കാലത്തെ സംഖ്യകളുടെ ഒരു ഭാഷയിൽ, നാമത്തിൽ ഇത് മലയാളത്തിലെ 51 അക്ഷരങ്ങളെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾ അവരുടെ ഒരു പാഠ്യ ജീവിതകാലത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു കാഴ്ചയാണ്. എവിടെയും കൊച്ചുകുട്ടികളാണ്, അവരുടെ കരച്ചിലും മറ്റുമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇന്ന് ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. അത്തരത്തിൽ ഇവിടെ രാവിലെ മുതൽ ഇപ്പോൾ ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ വലിയ തിരക്കാണ്. ഇവിടെ വലിയ പുറത്ത് നമുക്ക് വലിയൊരു ക്യൂ തന്നെയുണ്ട്. നമ്മളിത് ചിത്രീകരിക്കുമ്പോൾ തന്നെ ഇവിടെ അത്രയും ആൾക്കാരാണ് എത്തിച്ചേരുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. അവർക്കാണ് കൂടുതലും, ഈ രക്ഷകർത്താക്കൾക്കാണ് കൂടുതലും പറയാനുണ്ടാവുക. ഇന്ന് അവരുടെയും കുട്ടികളുടെയും കൂടെ ഒരു ദിവസമാണ്.
അത്തരത്തിൽ എല്ലാവരും വലിയ തിരക്കിലാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, സംഘാടകരാണോ ഇതിന്റെ? സംഘാടകരാണോ ഇതിന്റെ? വിദ്യാരംഭം കുറിക്കാൻ വന്നതാണ്. മോന്റെയാണ്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? നമ്മൾ പൂജപ്പുരയാണ് നേറ്റീവ്. മോളെ വിദ്യാരംഭം കുറിക്കാൻ വന്നതാണ്. എങ്ങനെ കാണുന്നു ഇത് വിസിറ്റ്? നല്ലൊരു അനുഭവമാണ്. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഇവിടെ നടക്കുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? തിരക്കുണ്ട്. അത്തരത്തിൽ എല്ലാവരും ഇത് ഫോട്ടോയിലും അതുപോലെ വീഡിയോയും ഒക്കെ എടുക്കുന്ന തിരക്കിലും കൂടിയാണ്. കൊച്ചുകുട്ടികൾ വിദ്യാരംഭം കുറിച്ച് അവരുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ അനിഷ, ഇവിടെ വലിയ ജനത്തിരക്കാണ്. രാവിലെ തന്നെ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പല ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോലും പൂജപ്പുരയിലെ സരസ്വതി ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തുകാരൊക്കെ അധികവുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ നമുക്ക് കാണാം, കുട്ടികൾ ചിലർ ക്ഷമയോടുകൂടി ഹരിശ്രീ ഗണപതയെ നമഃ എന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ പോലും ചിലർ കരഞ്ഞ് കൊണ്ടാണ് ഈ ഒരു വിദ്യാരംഭത്തെ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ രസകരമായ കാഴ്ചകളും ഒട്ടനവധിയാണ്.